കൊല്ലം ജില്ലയിലെ തഴവയെ ചീരകളുടെ നാടാക്കി മാറ്റി വ്യത്യസ്തനാവുകയാണ് കർഷകനായ സൂര്യ സുരേന്ദ്രൻ. ഗൾഫ് ജീവിതത്തിനിടെ വിദേശികളിൽ നിന്ന് ലഭിച്ച കാർഷിക പരിശീലനം സ്വന്തം നാട്ടിൽ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുകയാണ് സൂര്യ. സൗദി അറേബ്യയിലായിരുന്ന സൂര്യ സുരേന്ദ്രൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 30 വർഷം മുൻപ് നാട്ടിലെത്തിയതിനു ശേഷമാണ് നാട്ടിൽ ചീരകൃഷി ആരംഭിച്ചത്. സ്വന്തം നാട്ടിൽ ഗുണനിലവാരമുള്ള ചീര ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയതോടെ സൂര്യ സുരേന്ദ്രന്റെ ചീരകൾക്ക് ആവശ്യക്കാരേറെയായി. കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നെങ്കിലും 19ാം വയസ്സിൽ സൗദി അറേബ്യയിലെ ഹൈൽ എന്ന സ്ഥലത്തെത്തിയതിനു ശേഷം ഈജിപ്തുകാരിൽ നിന്നുമാണ് കൃഷിയുടെ രീതി സ്വായത്തമാക്കിയത്. 2.5 വർഷക്കാലത്തെ അനുഭവമാണ് സ്വന്തം നാട്ടിൽ കൃഷി ചെയ്യാൻ പ്രേരണയായത്. ഈജിപ്തുകാരിൽ നിന്നാണ് കൂടുതലായിട്ട് കൃഷി എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. അവിടെ ഈ മുളക്, ഗോതമ്പ്, ചോളം തുടങ്ങിയുള്ള പച്ചക്കറി ഐറ്റങ്ങളെല്ലാം തന്നെ കൃഷി ചെയ്യുമായിരുന്നു. 2.5 വർഷക്കാലത്തോളം സൗദി അറേബ്യയിൽ കൃഷി എന്നുള്ള ഒരു പ്രവൃത്തിയുമായി മുമ്പോട്ട് പോയതിൻ്റെ ഒരു പരിചയം, അനുഭവം കൂടിയാണ് ഇപ്പോഴിവിടെ നാട്ടിലെത്തിയതിന് ശേഷമായാലും ഇതിൽ കൂടുതൽ താല്പര്യം പിന്നുണ്ടാവുന്നതും കൃഷി അങ്ങനെ തുടർച്ചയായി ചെയ്തു വരുന്നത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് 4 മാസമാണ് ഇവിടെ ചീരകൃഷിക്ക് അനുയോജ്യമായ സാഹചര്യമുള്ളത്. അതിനാൽ 30 ദിവസം കൊണ്ട് വിളവെടുക്കുന്ന തരത്തിൽ 4 തവണ വിളയിക്കുവാൻ സാധിക്കുന്നു. അതിനുശേഷം വെണ്ട, വഴുതന, ചേന, ചേമ്പ് തുടങ്ങിയ കൃഷിയിലേക്ക് മാറും. ഗുണനിലവാരമുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ കൃഷി ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ സൂര്യ സുരേന്ദ്രനെയാണ് സമീപിക്കുന്നത്. ഇതിനകത്ത് ഇനം തിരിഞ്ഞു വരുന്ന ചില തൈകളുണ്ട്. ആ തൈകളെ നമ്മൾ ഓരോന്നായി മാറ്റിവെച്ചതിന് ശേഷം അതിന് നല്ല വളവും പരിചരണവും ഒക്കെ കൊടുത്ത് അത് വിളയിച്ചെടുക്കുന്ന അരി നമ്മൾ ഉണക്കി അത് വളരെ പാകപ്പെടുത്തി അതിൻ്റെ മങ്കും ഒക്കെ കളഞ്ഞതിന് ശേഷം നല്ല വിളവുള്ള അരി മാത്രം ഉണ്ടാക്കി അതിൻ്റെ നമ്മൾ കിഴിക്കെട്ടിനകത്ത് 1 വർഷം ഇതിൻ്റെ അവസാന സമയമാകുമ്പോഴത്തേക്ക് ആ വിത്തെടുത്ത് സൂക്ഷിച്ച് അടുത്ത ഇട്ടേൻ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഈ കൃഷി ഇറക്കും. ഇതിൻ്റെ വിത്ത് നമ്മൾ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളിൽ നിന്നാണ് പലരും ഈ വിത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷി പരിപാലിക്കുവാൻ ഇദ്ദേഹത്തിനൊപ്പം കുടുംബവും സഹായത്തിനുണ്ട്. സൂര്യ സുരേന്ദ്രനെ മാതൃകയാക്കി തഴവ പ്രദേശത്ത് 100-ലധികം കർഷകരാണ് ചെറുതും വലുതുമായി ചീര കൃഷി ചെയ്യുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.